നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു. അടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ UDFന് സന്തോഷമുണ്ടാക്കുന്നതും അതേസമയം LDFന് വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നതുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തിരുവനന്തപുരം പിടിച്ചെടുത്തതോടുകൂടി NDAയ്ക്കും വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. അത്തരത്തിൽ ഒരു വലിയ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലാകും എന്ന് UDF വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഭരണ വിലയിരുത്തലായിരിക്കും എന്ന് ഒരു ഘട്ടത്തിലും ഗവൺമെൻറ്റോ LDFോ CPMോ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. വിലയിരുത്തലാകുമെന്നോ അല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എല്ലാ കാലഘട്ടത്തിലും തങ്ങൾക്ക് അനുകൂലമായി നിൽക്കും എന്നുള്ള അമിത വിശ്വാസം LDFനുണ്ടായിരുന്നു. എന്നാൽ അത് ഇത്തവണ തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ബിഗ് സല്യൂട്ട് ജനങ്ങൾക്കാണ്, വേറെ ആർക്കുമല്ല. ഈ ജയിച്ച പാർട്ടികൾക്കോ മുന്നണികൾക്കോ മാധ്യമങ്ങൾക്കോ ഒന്നും അത് വീതം വെക്കാനുള്ള യാതൊരു അവകാശവുമില്ല. ജനങ്ങൾ അറിഞ്ഞ് തങ്ങൾക്കുണ്ടായ അനുഭവത്തിന് അവർ തിരിച്ചടി കൊടുത്തു. അതായത് ഈ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിക്കുന്നത് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എപ്പോഴും ഇടതിന് അനുകൂലമായിട്ടുള്ള ഒരവസ്ഥയാണ് ഉണ്ടാക്കാറുള്ളത്. അതൊരു അമിത ആത്മവിശ്വാസമായിട്ട് എപ്പോഴും നിലകൊള്ളാറുമുണ്ട്. പലപ്പോഴും 500-ലധികം സീറ്റുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കിയിട്ടുണ്ട് LDF. അപ്പോഴൊക്കെയും UDF വളരെ പരിതാപകരമായ അവസ്ഥയിലും ചിലപ്പോൾ 100-300 സീറ്റുകളിൽ ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഡബിൾ എഞ്ചിൻ സിസ്റ്റം ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു പെണ്ണ് കേസ് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു വിക്രിയ ഉണ്ടാക്കിയെടുത്തിട്ട് ആ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാവട്ടെ അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പാവട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഒരു മാസത്തിന് മുൻപേ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇടത് മുന്നണി സ്വീകരിക്കാറുണ്ട്. പക്ഷെ അത് ഏറ്റവും തോന്നില്ല. കഴിഞ്ഞ പലവട്ടവും 2011 ഉമ്മൻചാണ്ടി സർക്കാരിനെ വീഴ്ത്തിയതൊക്കെ സോളാറും സരിതയും ഒക്കെ ആയിരുന്നുവെങ്കിൽ പക്ഷെ ഇപ്രാവശ്യം രാഹുലിന്റെ ഗർഭമൊന്നും അത്രത്തോളം ഏറ്റവും തോന്നുന്നില്ല. കാരണം പെണ്ണു വിഷയം കൊണ്ടുവന്നിട്ട് പോലും പലയിടങ്ങളിലും CPMന്റെ അപ്രമാദിത്വം കാണിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല കൊല്ലം അടക്കമുള്ളവ, കൊല്ലം, തൃശ്ശൂർ, കോഴിക്കോട് സമാസമം പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവരുടെ ഈ തന്ത്രം ഇനി ഉണ്ടാകുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അടുത്ത ഏതൊരു പെണ്ണ് കേസാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഷാഫി അടക്കമുള്ളവരായിരിക്കും അടുത്ത ടാർഗറ്റ് എന്ന് പറയപ്പെടുന്നത്. അത് ജനങ്ങൾ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു ഭരിക്കുന്ന പാർട്ടി, അത് ഏത് പാർട്ടിയാണെങ്കിലും സ്വാഭാവികമായും ജനങ്ങളുടെ മുന്നിൽ വെക്കേണ്ടുന്ന അജണ്ട ഭരണ നേട്ടത്തെ കുറിച്ചായിരിക്കണം. പ്രതിപക്ഷം തീർച്ചയായിട്ടും ഭരണപരാജയം. അങ്ങനെ ഒരു നേർക്കുനേർ മത്സരമാണല്ലോ കേരളത്തിന്റെ മുൻകാല അനുഭവം. ഇപ്പൊ സമീപകാലം തൊട്ടാണല്ലോ ഈ ഭരണവിരുദ്ധം ഷെയർ ചെയ്യാനും അതേപോലെ ഭരണവിരുദ്ധം ഒന്നിലധികം മുന്നണികൾ അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ അടുത്ത സമയങ്ങളിലായിട്ടാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ മറ്റു ചില ഘടകങ്ങൾ കൂടി അനുകൂലമായി വരുമ്പോൾ അതിപ്പോ സ്വാഭാവികമാണ്. ഇപ്പോ ഒരാളിന് 2 ശത്രുക്കൾ ഒരേപോലെ വരുമ്പോൾ ഈ ഒരു ശത്രുവിനോട് ഒരു ചെറിയ മിതത്വം സ്വാഭാവികമായി ഉണ്ടാവും. അത് ഏത് വ്യക്തിക്കും ഉണ്ടാകും, ഏത് പാർട്ടിക്കും ഉണ്ടാകും, ഏത് മുന്നണിക്കും ഉണ്ടാകും. ഇവിടെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം BJPയുടെ ഭാഗത്തേക്ക് CPM കാണിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി ആളുകൾക്ക് ബോധ്യം വന്നു. ആ ബോധ്യം വരൽ ഈ BJPയുടെ ഹാർഡ് കോറിനും CPMന്റെ ഹാർഡ് കോറിനും ഉൾക്കൊള്ളാൻ പറ്റാത്തതുമായിട്ടുണ്ട്. ഒപ്പം ജനങ്ങൾക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അത് അവരെങ്ങനെയെങ്കിലും സഹിക്കാം എന്നുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ചില പരിപാടികൾ, അതായത് കഴിഞ്ഞ പ്രാവശ്യം കിറ്റ് കിട്ടിയത് കൊണ്ടാണ് ജയിച്ചത് എന്ന് പരക്കെ ഒരു പ്രചരണമുണ്ടായി. കിറ്റ് കൊടുത്തത് കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന നിലപാട് LDF എടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനും എന്തെങ്കിലും ചിലതൊക്കെ കൊടുക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്താൽ
കഴിഞ്ഞ പ്രാവശ്യത്തത് ആവർത്തിക്കാം എന്നുള്ള ഒരു അമിത വിശ്വാസം അവർക്കുണ്ടായി. അത് നേരെ തിരിഞ്ഞാണ് പ്രതിഫലിച്ചത്. ആ പ്രതിഫലനം വളരെ വേഗത്തിൽ മണിയാശാന്റെ മണിപ്രവാളം ഭാഷയിൽ പുറത്തു വരികയും ചെയ്തു. അതിനെ ആരും ഇതുവരെ ഒറ്റപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞല്ലാതെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും മണിയാശാൻ പറഞ്ഞ തെറ്റാണെന്ന് ഇപ്പോൾ വരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന്റെ അർത്ഥം കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പറഞ്ഞത് ശരിയായില്ല, ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെയുള്ള തരത്തിലൊരു ഒരു പ്രസ്താവന വി ശിവൻകുട്ടി നടത്തിയിരുന്നു. അതെ, അത് നമ്മൾ നോക്കുന്നത് പാർട്ടി തലത്തിലാണ്. CPM-ന്റെ ഇപ്പോൾ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബാക്കി ഈ 99 പേര് പറഞ്ഞാലും പാർട്ടി തീരുമാനം അറിയണമെങ്കിൽ മുഖ്യമന്ത്രി പറയണം. കാരണം മുഖ്യമന്ത്രി പറയുന്നതാണ് പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായം. പാർട്ടി സെക്രട്ടറിയോ ഇനി അതും പോട്ടെ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞാലും ഇപ്പോൾ അതൊക്കെ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് വലുതൊക്കെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കും. പക്ഷെ കേരളത്തിൽ പ്രായോഗികമായി ഇപ്പോൾ നടന്നു വരുന്നത് സഖാവ് പിണറായി വിജയൻ എന്ത് പറയുന്നു അതാണ് പാർട്ടി തീരുമാനം, അത് നടക്കും, അതാണ് അഖിലേന്ത്യാ തീരുമാനം, അത് നടക്കും. എന്തായാലും ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ പല തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ആ വാഗ്ദാനങ്ങളിൽ ഒന്ന് ക്ഷേമ പെൻഷൻ 2000 രൂപ ആക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ പെൻഷൻ പദ്ധതികളിലും കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ DA ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന സംവിധാനങ്ങൾക്ക് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ വലിയ വാഗ്ദാനങ്ങൾ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും താങ്കൾ പറഞ്ഞ പോലെ ചിലപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെല്ലാം പറ്റിപ്പാണ് എന്ന് അറിഞ്ഞതുകൊണ്ടാണോ, അല്ലെങ്കിൽ അതിനേക്കാളേറെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾ, ജനദ്രോഹ നടപടികൾ ഉള്ളത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ 10 വർഷത്തോളം കാലം ഇങ്ങനെ ഭരിച്ചതിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു അമർഷം, ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെ പറയാം, അതുണ്ടായിരുന്നിരിക്കാം. അതുണ്ടായതിന്റെ പ്രതിഫലനമായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ UDF അനുകൂലമായിട്ടുള്ള ഒരു വിധി എഴുത്തുണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. ഇനിയിപ്പോൾ അതിനേക്കാളേറെ താങ്കൾ ഈ പറഞ്ഞ പോലെ മണിയാശാന്റെ മണിപ്രവാളം നടത്തിയ ഒരു ചൊല്ലുണ്ടല്ലോ, അതായത് ആ വായിൽ നിന്ന് വന്ന വാർത്തകൾ എന്തൊരു വൃത്തികളായിരുന്നു. അത്രയും ജനങ്ങൾക്ക് ആഹാരം കൊടുത്തിട്ട് അല്ലെങ്കിൽ അത് കൊടുക്കുന്നതിനെ ചൊല്ലി ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ, അതായത് വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾക്കിട്ട് പണിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന മുൻ മന്ത്രി കൂടിയായിട്ടുള്ള MM മണിയുടെ വാക്കുകൾ കേരളം മറക്കില്ല. അപ്പോൾ ജനം ഇനിയും ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു UDF വീണ്ടും ഒരു ആയുധം കൂടി കിട്ടിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പറയാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധമായി മണിയുടെ ഈ വാക്കുകളെ കാണുന്നുണ്ടോ? അപ്പോൾ ഈ ഉണ്ട ചോറിന് കൂറ് കാണിക്കണം എന്നൊക്കെ പഴയ ഒരു ശൈലി എടുത്ത് ഉപയോഗിച്ചിരുന്നത് അന്നത്തെ ജന്മിമാരാ, അല്ലാതെ കുടിയന്മാരല്ല. കാരണം ഈ ഇവൻ ജോലി ചെയ്താലും ഈ കൊടുക്കുന്നത് ശമ്പളമല്ല, ഈ ജന്മിയുടെ ഔദാര്യമാണെന്നുള്ള മട്ടിലാണല്ലോ പണ്ടത്തെ മാടമ്പി സ്വഭാവം. അതിനെ എതിർത്ത് കമ്മ്യൂണിസം ജന്മിയും കുടിയാനും ഇല്ല എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച പാർട്ടിയുടെ നേതൃത്വമാണ് ഇപ്പോൾ ഈ പാർട്ടിയും പാർട്ടിയുടെ നേതൃത്വത്തും ജന്മിമാരും ബാക്കി കേരളത്തിലെ ജനങ്ങളൊക്കെ പഴയ കുടിയാന്മാരുമാണെന്നുള്ള ഒരു തോന്നൽ വന്നുപോയി. അത് വന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പണ്ട് മുതലാളിമാർക്ക് ജന്മിമാരുടെ കയ്യിലായിരുന്നു സാമ്പത്തികവും അധികാരവും. ഇപ്പോൾ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലും CPM-ന്റെയും കയ്യിലാണ്. അപ്പോൾ പേര് മാറി എന്നേ ഉള്ളൂ, ജന്മി എന്നുള്ള പേരൊക്കെ കാലഹരണപ്പെട്ടു പോയി എന്നേ ഉള്ളൂ. അവസ്ഥ രണ്ടും ഒന്ന് തന്നെയാണ്. ജന്മിയുടെ ഒരു പര്യായമായിട്ട് സഖാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ആ അഹങ്കാരമാണ് അവിടെ കാണിച്ചത്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഇദ്ദേഹത്തിന് എന്തും പറയാനുള്ള ഒരു ലൈസൻസ് പാർട്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനും വന്നു. കാരണം പെമ്പിളൈ ഒരുമൈ സമരം നടത്തിയപ്പോൾ ഇതിപ്പോ ഒരാളിന്റെ വായിൽ നിന്നും ചിലപ്പോൾ സ്ലിപ്പ് ഓഫ് ടങ്ക് ഏത് മഹാനും പറ്റാം. പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ സ്ലിപ്പ് ഓഫ് ടങ്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടുന്ന രോഗമാണ്. പെമ്പിളൈ ഒരുമയുടെ സമയത്ത് പറഞ്ഞ വാചകങ്ങളൊക്കെ ഓർമ്മയുണ്ട്. എന്ത് കടുത്ത വാക്കുകളാണ്. അവർക്കവിടെ മറ്റേ പണിയായിരുന്നു. എന്നിട്ട് ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടും ഒരു നടപടി പോലും പാർട്ടി എടുക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിനും തോന്നി അല്ല, ഈ വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കിയാണ് പലപ്പോഴും MM മണിയെ പോലുള്ളവർ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. കാരണം അങ്ങനെയുള്ള ഒരു പാർട്ടിയെ വേണമെങ്കിൽ കുരുക്കിലാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വിവരമില്ലായ്മയുടെ വാർത്തകളും വർത്തമാനങ്ങളുമാണ് ഇദ്ദേഹം പറയുന്നത്. അതിനെയൊക്കെ നമ്മൾ നാടൻ ശീലുകളെന്നും അവിടെ അതായത് ഒരു പ്രാദേശിക അടിസ്ഥാനത്തിൽ പറയുന്ന ഭാഷയുടെ ചേലിലൊത്ത് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക. അതെപ്പോഴും ഈ പറയുന്ന പോലെ CPM-ന് അല്ലെങ്കിൽ സഖാക്കൾക്ക് ഇത്തരത്തിലുള്ള ഈ എന്താണ് അതിനെ പറയുന്ന ക്യാപ്സൂളുകൾ ഉണ്ടാകാറുണ്ട് പലതരത്തിലുള്ള. അതിനുള്ളൊരു ക്യാപ്സൂളായിട്ടാണ് ഇത് കാണുന്നത്. പക്ഷേ ഇത് ശരിയല്ല. ജനങ്ങളോട്
ഉള്ള ഒരു വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ആഹാരം തരുന്നു, എന്നിട്ട് ഞങ്ങളോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചതി ചെയ്തതെന്ന് ചോദിക്കുന്നത് ശരിയല്ല. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷയാണ് UDF ഉള്ളതെന്നാണ് തോന്നുന്നത്? ഏതൊക്കെ തരത്തിലായിരിക്കും UDF കളം നിറഞ്ഞു പിടിക്കുമോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുന്ന UDF ആയിരിക്കുമോ? എന്ത് തോന്നുന്നു? UDF തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിന് അടിസ്ഥാനവുമുണ്ട്. കാരണം നമ്മൾ ഈ 10 വർഷത്തെ ഈ ഒരു 10 വർഷം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തുടർ ഭരണം സാധാരണഗതിയിൽ ഉണ്ടായിട്ടില്ല. ഒരു തവണയാണ് ഉണ്ടായത്, അത് അടിയന്തരാവസ്ഥയുടെ കാലത്ത്. പക്ഷെ എനിക്ക് 7 വർഷം കൊണ്ടായിട്ടുള്ളൂ. 7-8 വർഷം അല്ല, അത് ആദ്യത്തെ ഗവൺമെന്റ് 7 വർഷം ഇരുന്നു. അതിനുശേഷം അടുത്ത ഗവൺമെന്റ് വന്നെങ്കിലും മുന്നണി ബന്ധങ്ങളിലൊക്കെ ഈ CPI ഒക്കെ CPM-ലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് പോയി 111 സീറ്റുമായിട്ട് വന്ന ആ ഗവൺമെന്റിന്റെ 5 വർഷത്തിനിടയിൽ 5 മുഖ്യമന്ത്രിമാർ വരെ ഉണ്ടായി. അവിടെ തൊട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പ്. അപ്പൊ അതുകൊണ്ട് അതങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഇതൊരു ആദ്യ അനുഭവമാണ്. സാധാരണഗതിയിൽ പലരും പറയുന്നത് 5 വർഷം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അവസാന കാലഘട്ടത്തിൽ ഞങ്ങൾ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. അത് 100% ശരിയുമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ 2015 1 വർഷം മുന്നേയാണ് വിഴിഞ്ഞത്തിന് തറക്കല്ലിടാൻ പറ്റിയത്. ആ ഗവൺമെന്റിന് വീണ്ടും ഭരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അത് എന്ത് ചെയ്ത് തുടർ ഭരണത്തിൽ കാണിക്കാമെന്നുള്ള ഒരു അവസരം കിട്ടുമായിരുന്നു. പക്ഷെ അത് കിട്ടിയിട്ടില്ല. ഇവർക്ക് കിട്ടി. പക്ഷെ കിട്ടിയിട്ടും എന്ത് ചെയ്തു എന്നുള്ളടത്ത് ഒന്നും ചെയ്തില്ല. പിന്നെ ജയിക്കാൻ അതൊന്നുമല്ല വേണ്ടുന്നത്, ഇലക്ഷൻ അടുക്കാറാവുമ്പോൾ കിട്ടുന്ന താൽക്കാലിക സാമ്പത്തിക നേട്ടങ്ങളാണ് എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് വന്നുപോയി. ഇപ്പോൾ തന്നെ ഒന്ന് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് ഈ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും 20-ാം തീയതി കഴിഞ്ഞാണ് കൊടുക്കുക. ഇത്തവണ ഈ 1600 2000 ആക്കിയത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡിസംബർ 9 മുമ്പേ 6-ാം തീയതി കൊടുക്കാനായിട്ട് ഒരു ഉത്തരവ് അങ്ങ് ഇറക്കിയ. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. ആ 2000-ന്റെ ചൂടോടുകൂടി കിട്ടും. പക്ഷെ പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെന്നുള്ളത് ഭരിക്കുന്നവർ മറന്നുപോയി. അതുപോലെ ആ 1000 രൂപയുടെ ഫോറം അതൊന്നും ഗവൺമെന്റ് അപ്രൂവ് ചെയ്തില്ല. ഈ CPM പാർട്ടി ഓഫീസിൽ അച്ചടിച്ച് വീടുകളിൽ കൊണ്ടുകൊടുത്തു. അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾ ഇതും കൊണ്ട് അക്ഷയ കേന്ദ്രത്തിൽ ചെന്നു. അക്ഷയ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവർ അമ്പരന്നു. കാരണം അവർക്ക് അങ്ങനെ ഒരു ഉത്തരവില്ല. അങ്ങനെയാണ് ഇത് പുറത്തു വന്നത്. അപ്പോ ഈ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ കൃത്യമായി ഓർമ്മിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഈ പെൻഷനുകൾ, ക്ഷേമ പദ്ധതികളൊക്കെ ഔദാര്യമാണ് എന്നുള്ള നിലയിൽ ശ്രീ MM മണി പറഞ്ഞ വെറുതെ അല്ല, പാർട്ടി തീരുമാനമാണ് അദ്ദേഹം പറഞ്ഞത്. സുപ്രീം കോടതിയിൽ ഈ ക്ഷേമ പെൻഷൻ വൈകിയപ്പോൾ ഹർജി പോയി. അവിടെ കേരള സർക്കാരിന്റെ സത്യവാങ്മൂലം എന്താ? ക്ഷേമ പെൻഷനുകൾ സർക്കാരിന്റെ ഔദാര്യമാണ്, അത് അവകാശമല്ല എന്നുള്ള സത്യവാങ്മൂലം സുപ്രീം കോടതി കിടപ്പുണ്ട്. അപ്പൊ അത് പാർട്ടി തീരുമാനമല്ലേ, ഗവൺമെന്റിന്റെ തീരുമാനമല്ലേ? ആ അർത്ഥത്തിൽ മണിയാശാനെ കുറ്റം പറയുമ്പോൾ മണിയാശാന് പറയാനുള്ളത് ഇത് എന്റെ നിലപാടല്ല, പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും നിലപാട് സുപ്രീം കോടതി പറഞ്ഞത് ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മറുപടി പറയാൻ നോക്കൂ. തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇനിയിപ്പോൾ ഈ തോൽവിയുടെ പശ്ചാത്തലത്തിൽ എന്തായാലും പുതിയ തന്ത്രങ്ങൾ മെനയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ UDF NDAയെ ഭയക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. NDAയെ ഭയക്കുകയല്ല, NDAയും CPM-ഉം തമ്മിലായിട്ട് ഒരു അന്തർധാര ഇപ്പോൾ ഉള്ളത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിൽ ആർക്ക് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളതിനെ കുറിച്ച് ഭയപ്പാടുണ്ടാകേണ്ടതുണ്ട്. കാരണം അങ്ങനെ ഒരു ചിന്ത ഉണ്ടായാൽ അത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും. അതായത് പരസ്പരം 2 ധ്രുവങ്ങളാണ് ഞങ്ങൾ. ഒന്ന് വർഗീയ പാർട്ടിയാണ്, ഞങ്ങൾ ഏത് വർഗം? തൊഴിലാളി വർഗ പാർട്ടിയാണ്. ചെറിയ മലയാളത്തിൽ എഴുതുമ്പോൾ ചെറിയ ഒരു ദീർഘത്തിന്റെ ഒരു വള്ളിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളെങ്കിലും അത് തമ്മിലുള്ള ആശയം എൻറ്റയർലി ഡിഫറൻ്റാണ്. പക്ഷെ ഇപ്പൊ ഈ വള്ളി ഒക്കെ മാഞ്ഞു വന്ന് ഇപ്പൊ രണ്ടും ഏതാണ്ട് ഒരേ പരുവത്തിലായി നമ്മൾ കാണുന്നില്ലേ? അത് സംഭവിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും പൊതുശത്രു ഒരാളാണ്. ഇപ്പോ കേന്ദ്രത്തിൽ BJP ഭയപ്പെടേണ്ടത് ആരെയാ? CPM-നെയാണോ? അവരെ എന്തിന് ഭയപ്പെടണം? കോൺഗ്രസിനെ ഭയപ്പെടണം. അപ്പൊ കേരളത്തിൽ ഒരു ജയം UDF-ന് കിട്ടിയാൽ സ്വാഭാവികമായി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ
കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ 10, 20, 18 കിട്ടിയ പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് CPM-നെ കൂടെ കൂട്ടുന്നതിന് BJP-ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അവർക്കുണ്ടാകില്ല. ഇവർക്ക് ചേരുന്നതിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാരണം എന്താ? ഇവരുടെ ലക്ഷ്യം കേന്ദ്രമല്ലല്ലോ. ഇവരുടെ ലക്ഷ്യം കേരള ഭരണം പറ്റുമെങ്കിൽ മൂന്നാമതും കിട്ടുക. അങ്ങനെ ഒരു തുറന്ന, ഇപ്പൊ ഗോവിന്ദൻ മാഷിന്റെയൊക്കെ പത്രസമ്മേളനം നമ്മളുടെ കയ്യിൽ ഇപ്പോഴും ഇല്ലേ? RSS-ഉമായിട്ടുള്ള ഞങ്ങളുടെ ചങ്ങാത്തം രഹസ്യമല്ലല്ലോ, തുറന്ന പുസ്തകം പോലെ അല്ലേ എന്ന് പറഞ്ഞത് ഇപ്പോഴും നമ്മളുടെ കയ്യിലില്ലേ? അപ്പൊ അത് ഇനിയും ഉണ്ടാകും എന്നുള്ള ഒരു ചിന്ത അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. അത് ഇപ്പോഴേ തിരിച്ചറിഞ്ഞതാണ് ഈ റിസൾട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമാകുന്ന കാറ്റാണെന്നാണ് താങ്കൾ പറഞ്ഞത്. തീർച്ചയായും. അതായത് ഇത് ഇപ്പൊ നമ്മള് ഒരു കാര്യം കാണുക, 2021 തുടർ ഭരണം വലിയ ഒരു സംഭവമായി അഹങ്കാരവും മത്തും പിടിച്ചിട്ട് എന്തുമാകാമെന്നുള്ള ഒരു തോന്നലിലൂടെ മുന്നോട്ട് വന്നപ്പോൾ പിന്നീടുണ്ടായ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും നമുക്ക് നിഷ്പക്ഷമായി ഒന്ന് വിലയിരുത്താം. 21 തുടർ ഭരണം കിട്ടിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 20-18 തൂത്തുവാരി. അതിനുശേഷം 4 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അത് ഈ MLA-മാര് MP ആയി പോയതുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ അവസ്ഥ എന്തായിരുന്നു? UDF-ന്റെ ഭൂരിപക്ഷമൊക്കെ വളരെയധികം വർദ്ധിച്ചില്ലേ? ആ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ എടുത്ത നിലപാടുകൾ എന്താണെന്ന് നോക്കൂ. വർഗീയതയൊക്കെയാണ് എടുത്ത് കളിച്ചത് ഇല്ലേ? കാഫിർ ഷോട്ട് എന്നൊക്കെ പറഞ്ഞ് വടകരയിൽ എടുത്ത് അതൊക്കെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഏത് മേഖലയിലുള്ളവരാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും തിരിച്ചറിവുള്ളവരാണ്. അത് തുടർന്നും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൊടുത്താൽ പോലും ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വരെയേ കാണൂ. അത് കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടാതെ പോകുമെന്നും മറ്റൊരു കാര്യം കൂടി ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഈ കൊടുക്കുന്നതൊക്കെ ഉണ്ടായിട്ടാണോ? കടം വാങ്ങിയല്ലേ? ഇപ്പോ കിഫ്ബിയൊക്കെ പോയി എടുത്തത് 9% പലിശ. ഈ പലിശയൊക്കെ എവിടുന്ന് തിരിച്ചടയ്ക്കും? ഇപ്പോൾ നമ്മളുടെ മാതാപിതാക്കളാണെങ്കിൽ പോലും നമ്മൾക്ക് വാഹനങ്ങളോ സുഖ സൗകര്യങ്ങളോ ഒക്കെ പലിശയ്ക്ക് എടുത്ത് തന്നിട്ട് അവസാനം ഈ അച്ഛനും അമ്മയും മരിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കുടുംബവും മൊത്തവും കൂടെ ജപ്തി ചെയ്തുകൊണ്ട് പോകുമെന്നുള്ളൊരവസ്ഥ വന്നാൽ അച്ഛനോ അമ്മയോടോ നമുക്ക് വല്ല സ്നേഹം തോന്നൂ? അതേ അവസ്ഥയിലല്ലേ കേരളത്തിലെ ഗവൺമെന്റ് പോകുന്നത്. ആ തിരിച്ചറിവും ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇനി എന്തൊക്കെ ഗിമ്മിക്കുകൾ കാണിച്ചാലും ഈ നഷ്ടപ്പെട്ട ഇമേജും ഇവരുടെ ധാർഷ്ട്യം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നുണ്ട്. അതാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ തന്നെ ആക്രമമാണ്. ജയിച്ച സ്ഥാനാർത്ഥിയെ, സ്വന്തം പാർട്ടിയിലുള്ളവരെ തന്നെ മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഏതോ ഒരു ചർച്ചയിൽ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരാണെന്ന് എനിക്ക് ഓർമ്മിക്കുന്നില്ല, തെളിവുകളൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് തീർക്കാനൊക്കെ അറിയാം എന്നുള്ള ധാർഷ്ട്യം. ഷാഫി പറമ്പലിന്റെ കാര്യത്തിൽ പറഞ്ഞ എന്താ? EP ജയരാജൻ ഇപ്പോൾ മൂക്കിന്റെ പാലവേ പോയിട്ടുള്ളൂ. ഇനി കളിക്കാൻ വന്നാൽ തീർച്ചയായിട്ടും ഇനി ഇത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ സ്വീകരിച്ച് CPM മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും CPM ഇപ്പോൾ ലഭിച്ചതിനെക്കാളും വലിയ തിരിച്ചടി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും. ബംഗാള് 33 വർഷം കൊണ്ടാണ് പൂജ്യമായി മാറിയത്. ത്രിപുര 25 വർഷം കൊണ്ടാണ്. കേരളം അത് 10 വർഷം കൊണ്ട് തന്നെ അക്കാര്യത്തിലും നമ്പർ 1 ആയി CPM മാറും എന്നുള്ളതിന്, കേരളത്തിലെ CPM മാറും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല.